നമസ്കാരം. അയോമുഖ്യ വധിച്ച ശേഷം രാമലക്ഷ്മണന്മാർ ആ കാട്ടിലൂടെ മുന്നോട്ട് നീങ്ങുകയായിരുന്നു. ആ സമയമാണ് വനത്തിൽ എന്തോ ഒരു ശബ്ദം, ഒരു അനക്കം അവർ കേട്ടു. രാക്ഷസർ ഇനി തങ്ങളെ വളഞ്ഞാക്രമിക്കാൻ വരുന്നതാണോ എന്ന ചിന്തയായിരുന്നു ഈ ശബ്ദം കേട്ടപ്പോൾ രാമലക്ഷ്മണർക്ക് തോന്നിയത്. ഒരു സമയം തോന്നി, പാലാഴി മഥനകാലത്തെ വാസുകി വന്ന് തങ്ങളെ ചുറ്റിപ്പിടിക്കുകയാണോ എന്ന് സംശയിച്ചു. വാസുകി അങ്ങനെ വരില്ല എന്നും അറിയുമെങ്കിലും ഒരു സംശയം, വാസുകിയാണോ വന്ന് ചുറ്റിപ്പിടിക്കുന്നതെന്ന്. അതല്ല എന്ന് മനസ്സിലായി. ഏതോ രണ്ട് വിചിത്രമായ കരങ്ങൾ പോലെയുള്ള ഒരു അവസ്ഥ, ഒരു രൂപം കടന്നു വന്ന് ഇവർ രണ്ടുപേരെയും ഒന്നിച്ച് ചുറ്റിപ്പിടിക്കുകയുണ്ടായി. ഈ അവസ്ഥയിൽ അവർ നോക്കുമ്പോൾ കുറച്ചകലെയായി വളരെ വിരൂപമായ ഒരു സത്വത്തെ കണ്ടു. ആ സത്വമാണെങ്കിൽ കണ്ണും മൂക്കും വായും ഒന്നുമില്ല. വായുടെ സ്ഥാനത്താണ് കഴുത്ത് കാണുന്നത്. പകരം തലയും വായുമെല്ലാം കാണുന്ന വയറിൻ്റെ സ്ഥാനത്താണ്. വളരെ വിരൂപമായ രീതി. ഈ വിധം ഒരു ജന്തുവിനെ തങ്ങളിതുവരെ കണ്ടിട്ട് പോലുമില്ല. സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്ര വിചിത്രമായ ഒരു ജന്തുവായിരുന്നു. അതിൻ്റെ കരങ്ങളാണിങ്ങനെ നീണ്ടു നീണ്ടു നീണ്ട് പോകുന്നത്. ആ നീണ്ടു പോയ ആ കരങ്ങളാണ് ഇവരെ ചുറ്റിപ്പിടിച്ചത് എന്ന് ഇവർക്ക് മനസ്സിലായി. സീതാ അപഹരണത്തിന് ശേഷം ശ്രീരാമദേവനാകെ മാനസികമായി നിരാശ ബാധിച്ചതുപോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. ശ്രീരാമദേവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, നമ്മെ വിശ്വസിച്ച് നമ്മോടൊപ്പം ഇറങ്ങി വന്ന നമ്മുടെ പത്നി സീതാദേവിയെ നമുക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. സ്വന്തം ഭാര്യയെ സംരക്ഷിക്കാൻ കഴിയാത്തവനാണല്ലോ രഘുവംശത്തിലെ ശ്രീരാമൻ എന്ന് കാലം പറയുമല്ലോ. സ്വന്തം പിതാവിൻ്റെ ആത്മമിത്രമായ ജടായു സീതയെ സംരക്ഷിക്കുവാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട് ജീവത്യാഗം ചെയ്തു. നാം എന്ത് തെറ്റാണ് ചെയ്തത്? നമ്മോട് ഈ വിധത്തിലൊക്കെ ദുഃഖകരമായ അവസ്ഥ ഉണ്ടാകുവാൻ കാരണം നമുക്ക് ഇനി ജീവിക്കാൻ തോന്നുന്നില്ല. ഈ സത്വത്തിൻ്റെ കരങ്ങളിൽപ്പെട്ട് നമ്മുടെ ജീവൻ ഒടുക്കിയാൽ എന്ത് എന്നാണ് നാം ആഗ്രഹിക്കുന്നത്. ലക്ഷ്മണ, നീ ഇവിടെ നിന്ന് ചാടി രക്ഷപ്പെട്ടോ. നീ അയോധ്യയിൽ പോയി സുഖമായി ജീവിക്കും. ഇത് കേട്ട് ലക്ഷ്മണന് വല്ലാത്ത സങ്കടമുണ്ടായി. ലക്ഷ്മണൻ ചോദിച്ചു, അങ്ങ് എന്താണ് ഈ പറയുന്നത്? സുമിത്രാ മാതാവ് എന്താണ് നാം യാത്ര തിരിക്കുമ്പോൾ പറഞ്ഞത്? അങ്ങയ്ക്ക് ഒന്നും സംഭവിക്കാതെ നോക്കുവാനുള്ള ഉത്തരവാദിത്വമല്ലേ സുമിത്രാ മാതാവ് നമ്മെ ഏൽപ്പിച്ചത്? നാം അങ്ങനെയല്ലേ അങ്ങേ നോക്കാൻ ആഗ്രഹിക്കുന്നത്? ആ നമ്മോട് അങ്ങ് എങ്ങനെയാണ് ഈ വിധം പറയുന്നത്?
അങ്ങേ അപേക്ഷിച്ച് നാം അയോധ്യയിലേക്ക് പോവുക എന്ന് പറയുന്നത് സങ്കല്പിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ലല്ലോ. അങ്ങ് ഈ മാനസികാവസ്ഥ വെടിയണം. അങ്ങ് വിചാരിച്ചാൽ നടക്കാത്തത് എന്താണുള്ളത്? അങ്ങേ ആർക്കും വധിക്കാനാവില്ല എന്നുള്ള സത്യം അങ്ങയ്ക്കും അറിയാം, എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല. അങ്ങ് ഈ വിധം പറഞ്ഞത് നമ്മിൽ അതീവ വേദന ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ ശ്രീരാമദേവന്റെ മുഖഭാവം മാറി. അദ്ദേഹം അതുവരെ മുഖത്തുണ്ടായിരുന്ന ആ വ്യസനവും ആ ദുഃഖഭാവമൊക്കെ മാറി പെട്ടെന്ന് മുഖം സാധാരണ കാണുന്നത് പോലുള്ള ഒരു പുഞ്ചിരി കലർന്ന മുഖമായി മാറി. ശ്രീരാമദേവൻ ലക്ഷ്മണനോട് പറഞ്ഞു, അനുജ, ലക്ഷ്മണ, ഞാൻ ഈ സത്വത്തിൻ്റെ വലതുകരം മുറിക്കുകയാണ്, നീ ഇടതുകരം മുറിക്കൂ. ഞൊടിയിട കൊണ്ട് 2 കരങ്ങളും മുറിക്കപ്പെട്ടു. ആ സത്വത്തിൻ്റെ കരങ്ങൾ മുറിക്കപ്പെട്ടപ്പോൾ ആ സത്വം അലറി വിളിച്ചുകൊണ്ട് ചോദിച്ചു, എൻ്റെ ഈ കരങ്ങൾ, ഈ വലിയ ബാഹുക്കൾ മുറിക്കുവാൻ കരുത്തുള്ള വീരന്മാരായ നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരാണ്? നിങ്ങൾ സാധാരണ മനുഷ്യരല്ല എന്ന് നാം മനസ്സിലാക്കുന്നു. ആരാണ്? അപ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ ഭാവത്തിൽ ശ്രീരാമദേവൻ മറുപടി പറഞ്ഞു, ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരായ ശ്രീരാമനും ലക്ഷ്മണനുമാണ് തങ്ങളെന്ന കാര്യം പറഞ്ഞു. ഇത് കേൾക്കവേ ആ സത്വം പറഞ്ഞു, ഞാൻ കബന്ധൻ, ഒരു ശാപം മൂലം ഇങ്ങനെയായി മാറിയ ഒരു ഗന്ധർവനാണ് ഞാൻ. അങ്ങയുടെ വരവും കാത്താണ് ഞാൻ ഇത്രയും കാലം ഇവിടെ കഴിഞ്ഞത്. എനിക്ക് സുഹൃതം നേടാനായി അങ്ങയ്ക്കല്ലാതെ എൻ്റെ കരങ്ങൾ മുറിക്കുവാൻ മറ്റാർക്കും ആവില്ല എന്ന് നമുക്കറിയാം. നമ്മുടെ ജീവിതം ധന്യമായി. ഈ സത്വം ഇങ്ങനെ വിലപിച്ചുകൊണ്ട് ശ്രീരാമദേവനോട് സംസാരിക്കാൻ തുടങ്ങി. ശ്രീരാമദേവൻ ചോദിച്ചു, നീ ആരാണ്? എന്താണ്? നിനക്ക് ശാപം ലഭിച്ചിവിടെ വന്നതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ സത്വം പറഞ്ഞു, നാം ധനു എന്ന ഗന്ധർവനാണ്. നമുക്ക് വിശ്വാവാസു എന്നും പേരുണ്ട്. നാം ബ്രഹ്മദേവനെ തപസ് ചെയ്ത് ഏറെ വരങ്ങൾ നേടിയിട്ടുണ്ട്. നമുക്ക് മരണമില്ല. ബ്രഹ്മദേവന്റെ വരത്താൽ നാം വല്ലാതെ അഹങ്കരിച്ചു. ആ അഹങ്കാരം മൂലം എല്ലാവരെയും തന്നെ ഭയപ്പെടുത്തുക എന്നുള്ളതായി നമ്മുടെ പ്രധാനമായ വിനോദം. വിനോദത്തിന് വേണ്ടി പല വേഷങ്ങളും കെട്ടി പലരെയും ഭയപ്പെടുത്തുമായിരുന്നു. അങ്ങനെ വളരെ വികൃതമായ രൂപം ധരിച്ച് സ്ഥൂലശിരസ് എന്ന ഒരു താപസനെ, മുനിയെ നാം ഭയപ്പെടുത്തി. ആ സമയം ആ മുനിയുടെ ശാപമാണ്, നീ ഒരു കാട്ടാളനായി തീരട്ടെ എന്ന ശാപമാണ് നാം ഈ വിധം ഇങ്ങനെ ഈ രൂപം പ്രാപിച്ച് ഇവിടെ കിടക്കുവാനുണ്ടായത്. നമുക്ക് തലയും ഈ തടിച്ച ശരീരമുണ്ടായിരുന്നു. ഒരിക്കൽ ദേവേന്ദ്രൻ നമ്മോട് ഏറ്റുമുട്ടി. ദേവേന്ദ്രൻ ഏറ്റുമുട്ടി നമ്മുടെ ശിരസ്
ദേവേന്ദ്രൻ്റെ കയ്യിലെ വജ്രായുധം കൊണ്ട് തല അറുത്തു മാറ്റി നമ്മുടെ ഉദരത്തിൽ വെച്ചു. അതുകൊണ്ടാണ് ഈ വിധത്തിലുള്ള വിരൂപമായ വേഷമായി മാറിയത്, വിരൂപമായ അവസ്ഥയായി മാറിയത്. എല്ലാവരെയും ഭയപ്പെടുത്തിയിരുന്ന നാം സ്ഥായിയായി ഭയപ്പെടുത്തുന്ന രൂപമായി ഇവിടെ ഇങ്ങനെ കഴിയുകയാണ്. നമ്മെ ശപിച്ച മുനിയോട് നാം അഭ്യർത്ഥിച്ചു, നമുക്ക് ശാപമോക്ഷണത്തിനായി പ്രാർത്ഥിച്ചു. കനിവ് തോന്നിയ സ്ഥൂലശിരസ് മഹർഷി നമുക്ക് നൽകിയ വരദാനമാണ് ത്രേതായുഗകാലത്ത് സീതാന്വേഷണത്തിൻ്റെ ഭാഗമായി ശ്രീരാമദേവൻ ഇതുവഴി കടന്നു വരുമ്പോൾ നിനക്ക് ശാപമോക്ഷം ലഭിക്കുമെന്ന് അനുഗ്രഹം കിട്ടിയിരുന്നു. അതിപ്പോൾ സംഭവിച്ചിരിക്കുന്നു. അങ്ങ് ദയവായി നമ്മുടെ ഈ ശരീരത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കണം. ഇങ്ങനെ കബന്ധൻ്റെ കഥ പറയുക. കബന്ധൻ പറഞ്ഞു, നമ്മുടെ ഈ ശരീരത്തെ മോചിപ്പിച്ചാൽ സീതാന്വേഷണത്തിൻ്റെ മാർഗം നാം അങ്ങയ്ക്ക് പറഞ്ഞു തരാം. ഇത് കേട്ട് ശ്രീരാമദേവൻ ലക്ഷ്മണനോട് പറഞ്ഞു, കബന്ധനെ അഗ്നിക്കിരയാക്കാൻ പറഞ്ഞു. അങ്ങനെ കബന്ധനെ അഗ്നിക്കിരയാക്കിയപ്പോൾ കബന്ധൻ്റെ ശരീരത്തിൽ നിന്നും ആ ഗന്ധർവൻ ധനു പുറത്തേക്ക് വന്നു. ആ പുറത്തേക്ക് വന്ന് ധനു പറഞ്ഞു, അങ്ങകലെ മാതംഗാശ്രമത്തിൽ ശബരിമാതാവ് എന്ന ഒരു സന്യാസിനിയുണ്ട്. അവർ അങ്ങയെ കാണുവാൻ കാത്തിരിക്കുകയാണ്. സദാസമയവും രാമനാമം ഉരുവിട്ടുകൊണ്ട് കഴിയുന്ന ഒരു തപസ്വിനിയാണ് ശബരിമാതാവ്. ശബരിമാതാവിനെ കാണുവാൻ മാതംഗാശ്രമത്തിൽ അങ്ങ് പോകണം. അവിടെ ചെല്ലുമ്പോൾ അവർ സീതാന്വേഷണത്തിൻ്റെ മാർഗം പറഞ്ഞു തരും. ഇത് പറഞ്ഞ് ധനു അപ്രത്യക്ഷനായി. അവിടെ നിന്നും ശ്രീരാമദേവനും ലക്ഷ്മണനും ശബരി ആശ്രമം ലക്ഷ്യമാക്കി നടന്നു. മാതംഗമുനിയുടെ ആശ്രമത്തിലാണ് ശബരിമാതാവ് കഴിയുന്നത്. ഈ ശബരിമാതാവിനെ കാണുവാൻ യാത്ര തിരിക്കുമ്പോൾ ശ്രീരാമദേവൻ അറിയാം എന്ന മട്ടിൽ ആണ് പ്രതികരിച്ചത്. ലക്ഷ്മണൻ ശ്രീരാമദേവനോട് ചോദിച്ചു, ജ്യേഷ്ഠ, ഇതാരാണ് ഈ ശബരിമാതാവ്? അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, ശബരിമാതാവ് യഥാർത്ഥത്തിൽ ഒരു ഗന്ധർവ സ്ത്രീയാണ്. മാലിനി എന്ന് പറയുന്ന ഒരു ഗന്ധർവ സ്ത്രീയാണ്. അവർ അതീവ സുന്ദരിയും വീതിഹോത്രൻ എന്ന ഒരു ഗന്ധർവൻ്റെ പത്നിയുമാണ്. അതിമനോഹരിയാണ് മാലിനി, വളരെ സുന്ദരിയായിരുന്നു മാലിനി. വീതിഹോത്രനുമായി സന്തുഷ്ടമായ ജീവിതമാണ് നയിച്ചു വന്നത്. വളരെ ആഹ്ലാദപൂർവ്വം കഴിഞ്ഞു വരികയാണ്. കൽമാഷൻ എന്നൊരു കാട്ടാളനുമായി മാലിനിക്ക് അടുപ്പമുണ്ടാവും. കൽമാഷിനെ കാണുമ്പോൾ, കാട്ടാളനെ കാണുമ്പോൾ മാലിനിക്ക് കൽമാഷിനോട് തോന്നിയ അടുപ്പം അത് വളരെ ശക്തമായി. ഈ അവസ്ഥ വീതിഹോത്രൻ തിരിച്ചറിഞ്ഞു. വീതിഹോത്രൻ തിരിച്ചറിഞ്ഞ് മാലിനിയെ ശപിക്കുകയാണ്, നീ ഒരു കാട്ടാള സ്ത്രീയായി പോകട്ടെ എന്ന്. അങ്ങനെ കാട്ടാള സ്ത്രീയായി മാറിയ ശബരിമാതാവ് കാട്ടാളനെ ഇഷ്ടപ്പെട്ട, കൽമാഷിനെ ഇഷ്ടപ്പെട്ട, കൽമാഷിനെ ആഗ്രഹിച്ച, കൽമാഷിനെ മോഹിച്ച
മാലിനി അങ്ങനെ കാട്ടാള സ്ത്രീയായ ശബരിയായി മാറി. കാട്ടാള സ്ത്രീ ആകട്ടെ എന്ന ശാപം കിട്ടിയപ്പോൾ ശബരി കരഞ്ഞുകൊണ്ട് വിധിഹോത്രനോട് ഇതിൽ നിന്നും മുക്തമാകുന്നതിനെക്കുറിച്ച്, ഒരു ശാപമോക്ഷം കിട്ടുന്നതിനെക്കുറിച്ച് തൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട്, തനിക്കൊരു ജീവിതത്തിൽ പറ്റിയ ഒരു വലിയ തെറ്റാണ്, അബദ്ധമാണ്, മറക്കണം, പൊറുക്കണം എന്നൊക്കെ പറഞ്ഞ് യാചിച്ചപ്പോൾ സ്വന്തം തെറ്റ് മനസ്സിലാക്കി തെറ്റ് തിരുത്താൻ തയ്യാറാകുന്നത് ഉചിതമായ കാര്യമായതുകൊണ്ട് വീതിഹോത്രൻ മാലിനിക്ക് ശാപമോക്ഷം നൽകുവാൻ തീരുമാനിച്ചു. ആ ശാപമോക്ഷം മാലിനിക്ക് കൊടുക്കുന്നത് ത്രേതായുഗത്തിൽ നാം ഇതുവഴി വരും എന്ന് ഉള്ള സന്ദേശമാണ് ശബരിമാതാവിന് കൊടുത്തത്. അതുകൊണ്ടാണ് അവർ നമ്മയും കാത്ത് അവിടെ ഇങ്ങനെ കാലങ്ങളായി കഴിയുന്നത്. ഈ വിധം ശ്രീരാമദേവൻ ലക്ഷ്മണനോട് ശബരിമാതാവിൻ്റെ ചരിത്രം പറഞ്ഞു കൊടുത്തു. അവർ നടന്ന് മാതംഗാശ്രമത്തിൽ എത്തി. മാതംഗമുനിയുടേതാണ് ഈ മാതംഗാശ്രമം എന്ന് പറയുന്നത്. മാതംഗമുനി വളരെ ശ്രേഷ്ഠനായ ഒരു സന്യാസിവര്യനായിരുന്നു. ശബരി ശാപമേറ്റ് ഭൂതലത്തിൽ വരുമ്പോൾ ആ ശബരിയെ മാതംഗാശ്രമത്തിൽ മാതംഗമുനി സ്വീകരിക്കുകയാണ്. തൻ്റെ ഒരു പരിചാരകയെപ്പോലെ, തൻ്റെ ഒരു സേവികയെപ്പോലെ. അങ്ങനെ മാതംഗമുനിക്ക് വേണ്ടുന്ന എല്ലാ പരിചരണങ്ങളും ശബരി നൽകുകയുണ്ടായി. ആ ശബരിയുടെ ആ പരിചരണം മാതംഗമുനിക്ക് ഏറെ സന്തോഷം. അങ്ങനെ മാതംഗമുനി നൽകിയ ഒരു അനുഗ്രഹമാണ് താമസിയാതെ ശ്രീരാമദേവനെ കണ്ടുമുട്ടുവാൻ നിനക്ക് അവസരമുണ്ടാകും എന്ന അനുഗ്രഹം. അങ്ങനെ മാതംഗമുനിയെ കാലം ചെയ്തതിനു ശേഷം ആ ആശ്രമത്തിൽ ശ്രീരാമദേവനെയും കാത്ത് ശ്രീരാമദേവൻ്റെ വരവും പ്രതീക്ഷിച്ച് അവിടെ മാതംഗാശ്രമത്തിൽ ശബരിമാതാവ് കഴിയുകയാണ്. ഈ സമയമാണ് സ്വന്തം ശരീരം വീണ്ടെടുത്ത ഗന്ധർവനായ ധനു ശബരിമാതാവിനെ കണ്ട് ശ്രീരാമദേവനും ലക്ഷ്മണനും ഇതുവഴി വരുന്ന കാര്യവും സീതാന്വേഷണത്തിൻ്റെ മാർഗം അറിയുവാൻ വരുന്നത് വിവരവും അറിയിച്ചത്. ശബരിമാതാവിന് വളരെ സന്തോഷമായി. തൻ്റെ ദീർഘകാലമായുള്ള കാത്തിരിപ്പിന് ഒരു അവസാനമുണ്ടാവുകയാണ്. ശബരിമാതാവ് ആശ്രമത്തിന് പുറത്തേക്ക് നോക്കിയിരുന്നു കൊണ്ട് രാമനാമ മന്ത്രം ഉരുവിട്ടുകൊണ്ട് വരുമ്പോൾ ശ്രീരാമദേവന് കൊടുക്കുവാനായി ഫലങ്ങൾ സ്വരൂപിച്ചു വെക്കുകയാണ്. ധാരാളം ഫലങ്ങൾ സ്വരൂപിച്ചു വെച്ചു. പകലിൽ നിന്നും ശ്രീരാമദേവനും ലക്ഷ്മണനും നടന്നു വരുന്നത് കണ്ട് ശബരിമാതാവ് അങ്ങോട്ട് ഓടിച്ചെന്ന് ശ്രീരാമദേവൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. തുടർന്ന് ലക്ഷ്മണൻ്റെ പാദങ്ങളിൽ വീണു. ശബരിമാതാവിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് വളരെ സന്തോഷപൂർവ്വം അവർ മാതംഗാശ്രമത്തിൽ എത്തിച്ചേർന്നു. മാതംഗാശ്രമത്തിൽ എത്തിച്ചേർന്നപ്പോൾ ശബരിമാതാവിൻ്റെ കറകളഞ്ഞ ഭക്തി, പൂർണ്ണമായും ശ്രീരാമനിൽ ലയിച്ചുകൊണ്ടുള്ള ഭക്തി, രാമനാമമന്ത്രം ഉരുവിട്ടുകൊണ്ട് സദാ ജീവിക്കുന്ന ഭക്തി ശ്രീരാമദേവന് അറിയാമായിരുന്നു. ആ ഭക്തിപൂർവ്വം അവിടെ അവർ സ്വരൂപിച്ചു വച്ചിരുന്ന ഫലങ്ങൾ ശ്രീരാമദേവന് സമർപ്പിക്കുവാനായിട്ട് എടുത്തു വച്ചു. ഈ ഫലങ്ങൾ നല്ലതാണോ ചീത്തയാണോ എന്നറിയില്ലല്ലോ. ഓരോ ഫലമായി എടുത്ത് കടിച്ചു നോക്കിയതിന് ശേഷം, രുചി അറിഞ്ഞ ശേഷമാണ് ശബരിമാതാവ് ശ്രീരാമദേവന് കൊടുത്തത്. ശ്രീരാമദേവൻ സന്തോഷപൂർവ്വം
അത് വാങ്ങേണ്ടായി എന്നുള്ളതാണ്. അങ്ങനെ ആ ഫലം മുഴുവൻ അവിടെ നിന്ന് ശബരിമാതാവിൻ്റെ എല്ലാ സ്വീകരണം ഏറ്റുവാങ്ങി കഴിയുമ്പോൾ ശബരിമാതാവ് പറഞ്ഞു, സീതാന്വേഷണത്തിനായി പോകേണ്ട വഴി എന്ന് പറയുന്നത് എത്ര ശക്തരാണെങ്കിലും പരസഹായം കൂടാതെ ജയിക്കാനാവില്ലല്ലോ, കാര്യം നടത്താനാവില്ല. അതുകൊണ്ട് പരസഹായത്തിനായി സുഗ്രീവനെ കാണണം. സുഗ്രീവൻ സൂര്യപുത്രനാണ്. സൂര്യപുത്രനായ സുഗ്രീവൻ ഋഷിമുഖാചലത്തിൽ ആണ് വസിക്കുന്നത്. അവിടെ പോയി സൂര്യപുത്രനായ സുഗ്രീവനെ കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഋഷിമുഖാചലത്തിലേക്ക് മടങ്ങിപ്പോകണം. വന്ന വഴിയിൽ നിന്ന് കുറച്ച് മടങ്ങിപ്പോകണം. അവർ പമ്പയിലാണ് ശബരി ആശ്രമം. പമ്പയുടെ തീരത്താണ് ശബരി ആശ്രമം. അവിടെ നിന്ന് മടങ്ങിപ്പോവുകയാണ് ഋഷിമുഖാചലത്തിലേക്ക്. അപ്പോൾ ഈ പമ്പയുടെ ഭാഗത്ത് വരുമ്പോൾ ലക്ഷ്മണൻ ഇങ്ങനെ വളരെ അത്ഭുതപൂർവ്വമാണ് ആ ഭൂപ്രദേശമൊക്കെ നോക്കിക്കാണുന്നത്. ഇടയ്ക്ക് പറയുകയും ചെയ്തു, ജ്യേഷ്ഠ, നാം ഇതുവരെ കടന്നു വന്ന ഭൂമിയെക്കാളും അതിമനോഹരമായിരിക്കുന്നല്ലോ ഇത്. എന്ത് ഭംഗിയുള്ള ഭൂപ്രദേശം, ഏറെ ഫലങ്ങളുള്ള ഫലവൃക്ഷങ്ങൾ, ഇതുവരെ കാണാത്ത അത്ര മനോഹരമായ സ്ഥലം, ഇത് ഏതാണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്രീരാമദേവൻ മറുപടി പറഞ്ഞു, ഇത് ഓർമ്മയില്ലേ, നാം സീതാപരിണയം കഴിഞ്ഞ് വരുമ്പോൾ നമ്മെ വഴിയിൽ തടഞ്ഞു നിർത്തിയ പരശുരാമൻ തെക്കോട്ട് പരശു വലിച്ചെറിഞ്ഞതും കടലിലാണ്ട പോയ കരഭൂമി വീണ്ടെടുത്തതും അറിയില്ലേ? ആ അങ്ങനെ വീണ്ടെടുക്കപ്പെട്ട ഭൂമിയാണിത്. ഇത് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഭൂമിയാണിത്. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നും പറയും. ഈ വിധം അവർ പറഞ്ഞുകൊണ്ട് ഋഷിമുഖാചലത്തിലേക്ക് യാത്രയായി.